ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗ് ആണല്ലോ നാളെ. കേരളത്തിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു ജനങ്ങളെ ബാധിക്കുന്ന മൂർത്തമായ വിഷയങ്ങളിൽ ഒരു നിലപാടും വ്യക്തമാക്കാൻ ശേഷിയില്ലാത്ത UDF ആണ് ഒരു ഭാഗത്ത്. അതേസമയം അത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് മുന്നോട്ട് വെക്കുന്ന LDF. ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരമാണ് കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത്. UDFന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ നിലപാടില്ല. അതേസമയം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള ശബ്ദം UDFൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുമില്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നാട് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പരാമർശം പോലും ഇല്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഇവിടം വരെ എത്തി സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അധപ്പതനം എത്ര വലുതാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. 2023 ജനുവരി അവസാന വാരം ജമ്മു കാശ്മീരിലാണ് ഭാരത് ജോഡോ യാത്ര അവസാനിച്ചത്. അന്നൊരു പ്രത്യേക സംഭവം ഉണ്ടായി. അന്നാണ് ആ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യ വക്താവ് കത്വ കേസിലെ ഇരയുടെ അഡ്വക്കേറ്റുമായിരുന്ന അഡ്വക്കേറ്റ് ദീപിക സിംഗ് രജാവത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ദീപിക സിംഗ് രജാവത്ത് മലപ്പുറത്തുകാർക്ക് അപരിചിതയല്ല. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരവധി വേദികളിൽ അവർ സംസാരിച്ചിരുന്നു. എന്തിനാണ് ദീപിക കോൺഗ്രസ് വിട്ടത്? മുൻ ജമ്മു കാശ്മീർ മന്ത്രിയും BJP നേതാവുമായ ചൗധരി ലാൽ സിംഗിനെ ജോഡോ യാത്രാ സമാപന വേദിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അവരുടെ രാജി. കത്വയിൽ പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ റേപ്പിസ്റ്റുകളെ പരസ്യമായി ന്യായീകരിക്കാനും കേസ് അട്ടിമറിക്കാനും മുന്നിൽ നിന്ന വ്യക്തിയാണ് അന്നത്തെ
BJP മന്ത്രി കൂടിയായ ഈ പറഞ്ഞ ചൗധരി ലാൽ സിംഗ് കാശ്മീരിൽ ഗ്രാമത്തിൽ നിന്ന് നാടോടി മുസ്ലിം കുടുംബങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയാണ് കത്വയിൽ ഈ ക്രൂരകൃത്യം ചെയ്തത്. കുറ്റവാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഏക്താ മഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലിക്ക് നേതൃത്വം കൊടുത്തത് ഈ ചൗധരി ലാൽ സിംഗ് ആയിരുന്നു. അറപ്പുളവാക്കുന്ന ഭാഷയിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഇതേ വ്യക്തിയായിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇങ്ങനെ ചെയ്തത് അന്ന് വലിയ തോതിലുള്ള വാർത്തയായതാണ്. ആ ലാൽ സിംഗിനെയാണ് ജോഡോ യാത്രാ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. അത് സഹിക്കാതെയാണ് ദീപിക സിംഗ് രജാവത്തിന് കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നത്. രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ദീപിക സിംഗ് കുറിച്ചതിങ്ങനെയായിരുന്നു. അവരുടെ വാചകമാണ്: ഇൻ വ്യൂ ഓഫ് ചൗധരി ലാൽ സിംഗ്സ് പ്രപ്പോസൽ ഓഫ് ജോയിനിങ് ഭാരത് ജോഡോ യാത്ര ആൻഡ് കോൺഗ്രസ് allowing the same, I am left with no other option but to resign from Congress. Lal Singh was responsible for sabotaging the Katwa rape case in 2018 by brazenly defending rapists. ഇതാണ് അവരന്ന് പരസ്യമായി കുറിച്ചത്. ചൗധരി ലാൽ സിംഗിനെ കോൺഗ്രസ്സിലേക്ക് ആനയിക്കാൻ ഒരു മനസാക്ഷിക്കുത്തും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായില്ല. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇത്തരക്കാരെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് സംഘപരിവാറിനെ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്നത്. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് ഇതേ ചൗധരി ലാൽ സിംഗ് ആണ് എന്നത് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോകുന്ന കാര്യം മാത്രം പറയുന്നു. തിരിച്ച് BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്ന കാര്യം പറയുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പരാതി. BJPയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്ന ഒരാളുടെ കാര്യം പറഞ്ഞു വന്നേയുള്ളൂ. വാർത്ത സൃഷ്ടിക്കാൻ PR ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം BJP എതിർക്കുന്നതിൽ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസ്സിന് ഒരു താല്പര്യവുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അധികാരവും ഇവ രണ്ടിലും മാത്രമേ കോൺഗ്രസ്സിന് BJPയുമായി അഭിപ്രായ വ്യത്യാസവും മത്സരവുമുള്ളൂ. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കുന്ന എത്ര കോൺഗ്രസ് നേതാക്കളുണ്ട്? ആരുമില്ലെന്നല്ല പറയുന്നത്. അധികാര രാഷ്ട്രീയത്തിൽ ഇടം നേടാൻ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അങ്ങനെ ആവരുത് എന്നാണ് പൊതുവെ ആഗ്രഹിക്കുന്നത്. BJPയുടെ B ടീമായി അധപ്പതിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം വീണ്ടെടുക്കണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ സമീപകാല അനുഭവങ്ങൾ അതല്ല സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഹിമാചൽ പ്രദേശ്. അവിടെ ഒഴിവ് വന്ന ഏക രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ
ഭരിക്കുന്നവർ ഉറപ്പായും ജയിക്കുന്ന സീറ്റ്. അങ്ങനെ ഉറപ്പായും ജയിക്കേണ്ട സീറ്റിൽ തോറ്റുപോയ പാർട്ടിയാണ് കോൺഗ്രസ്. 6 കോൺഗ്രസ് MLA-മാരാണ് BJPക്ക് വോട്ട് കുത്തിയത്. അവരിപ്പോൾ BJPയിൽ ചേരുകയും ചെയ്തു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മനു അഭിഷേക് സിംഗ്വി എന്ന ദേശീയ നേതാവ് എന്താ പറഞ്ഞത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. സംസ്ഥാന ഭരണമുള്ളിടത്ത് പോലും കോൺഗ്രസ്സിനുറച്ച രാജ്യസഭാ സീറ്റ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അരുണാചലിൽ ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസും BJPയുമാണ് അവിടുത്തെ മുഖ്യ കക്ഷികൾ. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മത്സരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ 10 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പിന് മുൻപേ BJP എതിരില്ലാതെ ജയം നേടിയത്. കോൺഗ്രസ് BJPക്കെതിരെ സ്ഥാനാർത്ഥികൾ നിർത്താതെ വാക്ക് ഓവർ നൽകുകയായിരുന്നു. ഇതിൽ ഉപമുഖ്യമന്ത്രിക്കെതിരെ ആദ്യം പത്രിക നൽകിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം പത്രിക പിൻവലിക്കുകയായിരുന്നു. ആകെയുള്ള 60 സീറ്റിൽ 10 സീറ്റുകൾ മത്സരം തുടങ്ങും മുൻപേ BJP നേടിയ സ്ഥിതിയാണിത്. എന്താണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്? BJPക്കെതിരെ സ്ഥാനാർത്ഥികൾ നിർത്താതെയും നിർത്തിയ സ്ഥാനാർത്ഥി നൽകിയ പത്രികകൾ പിൻവലിച്ചു. കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്? കോൺഗ്രസ്സാണ് BJPക്ക് ബദലെന്നല്ലേ സാധാരണ ആ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അരുണാചൽ പ്രദേശിലൂടെ കടന്നുപോയിട്ട് അധികം കാലമായിട്ടില്ല എന്നുകൂടി കാണേണ്ടതാണ്. 2016 കൂടെയുള്ള 13 MLA-മാരെയും കൊണ്ട് BJPയിലേക്ക് പോയ അരുണാചൽ പ്രദേശിലെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രേമചന്ദ് തന്നെയാണ് ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് ജയിച്ച മുഖ്യമന്ത്രി. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും മത്സരിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇദ്ദേഹം. രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ്. ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. അതിങ്ങനെ വന്ന് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു. കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ്. എറണാകുളത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. 2004 കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും 2011 PSC ചെയർമാൻ്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി
മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ IT സെൽ തലവനുമായിരുന്നു. കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അതായത് ഇന്ന് കേരളത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന 4-ൽ 1 മുൻ UDFകാരാണ്. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയവരും RSSനോട് വോട്ട് ഇരുന്ന് വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനുള്ളൂ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കും എതിരായ വിധിയാണ് എഴുതുക. മത്സര ചിത്രത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP കൂടുതൽ അപ്രസക്തമാവുകയും LDF ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യും. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. സർവേ എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമല്ല, കുറച്ച് കാലമായിട്ട് പ്രത്യേക രീതിയിൽ വരാറുണ്ടല്ലോ. അതൊരു പുതിയ കാര്യമല്ല. സാധാരണ പെയ്ഡ് ന്യൂസ് എന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില സർവേകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ചില മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുക്കാറുണ്ടല്ലോ. അതിൽ മലയാള മനോരമയാണ് വല്ലാതെ പ്രയാസപ്പെടൽ എന്നത്, അധ്വാനിക്കൽ എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതിൽ അർദ്ധസത്യങ്ങളും അതിശയോക്തികളും നിരന്തരം പ്രചരിപ്പിക്കുക, അങ്ങനെ വായനക്കാരെ നല്ലതുപോലെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷത്തിനു വേണ്ടി പത്രത്തിൻ്റെ 3/4 ഭാഗം മാറ്റിവെക്കുക, ഇതൊക്കെയാണല്ലോ ആ പത്രം സാധാരണ ചെയ്യാറുള്ളത്. ആ പത്രം തുറന്നു നോക്കിയാൽ സംസ്ഥാനത്ത് 2 മുന്നണികളെ മത്സരിക്കുന്നുള്ളൂ എന്ന് തോന്നും. ഈ LDFനെ അതിൻ്റെ വാർത്തകൾ നല്ല തോതിൽ തമസ്കരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ളൊരു കാര്യമാണ്. ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്, ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ട്. അതെല്ലാം അപ്പാടെ തമസ്കരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആരംഭിച്ച്
എല്ലാ മണ്ഡലങ്ങളിലും പോയി ഏകദേശം അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യത്തിൽ ഇത്തവണ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ ഇതുപോലെ വാർത്താ സമ്മേളനങ്ങളും പലയിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇതിനകം 15 മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിനെതിരെ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJP നയിക്കുന്ന RSSനെതിരെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് ഉയർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിനെ വിമർശിക്കുന്നത് എന്തിനാണ്? RSSനെതിരെ അവർ ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നതുകൊണ്ടാണ്. RSSനെ പേടിച്ച് സ്വന്തം പതാക പോലും ഒളിപ്പിച്ചു വെച്ച കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ് വിമർശിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ വാർത്ത, അതിൻ്റെ തലക്കെട്ട്, മലയാള മനോരമയുടെ ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ മികവ് എങ്ങനെയാണ് കാണിച്ചത്? അതിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. മോദിയെ എതിർക്കൂ, പിണറായിയോട് രാഹുൽ. എന്താ അതിൻ്റെ സന്ദേശം? അതായത് മോദിയെ എതിർക്കുന്നേയില്ല. ഇതാണ് ആ വാർത്തയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മലയാള മനോരമ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരമൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്തത് എന്താ? എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക. അതാണല്ലോ ചെയ്തു വരുന്നത്. അടുത്ത പടിയായി UDF നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഉദ്ദേശം സ്ഥാപിച്ചെടുക്കുക. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നാം കാണുന്നു. RSSനോടും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരോടും ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ദീർഘകാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്നതാണ്. ആ കാര്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും മനോരമയുടെയും ശുപാർശ ആവശ്യമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സർവേയുടെ അനുഭവം എടുത്താൽ ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്കി. പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല. അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ KK ശൈലജ, P രാജീവ്, MM മണി, മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, MP രാജേഷ്, അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക, എത്രയെത്ര പേര്. അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ച് 2 വോട്ടെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നത് എന്നാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം. എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ? സർവേ നടത്തുന്ന രീതി, എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ
പ്രീപോൾ സർവേ ഫലം പുറത്തുവിടുന്നത്. ആധികാരികത എന്ത് എന്ന് ജനങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം. ഇതേ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത്. അവരിൽ പലരും പരാജയപ്പെടുമെന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം മണിക്ക് 40.7% വോട്ട്. അപ്പോൾ തോറ്റുപോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടാലോ എന്ന് ചിന്തിക്കുമല്ലോ ഒന്ന് രണ്ടാൾ. അങ്ങനെ ആ ഒന്ന് രണ്ടാളുടെ വോട്ട് തിരിച്ചു കിട്ടുമെന്ന് നോക്കാനാണ് ഈ സർവേ വിടുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 42% വോട്ട്. ഇതായിരുന്നു മനോരമയുടെ സർവേ പ്രവചനം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴോ നേരെ തിരിച്ചാണ് വന്നത്. 38,305 വോട്ട് ഭൂരിപക്ഷത്തിനാണ് എം മണി അവിടെ വിജയിച്ചത്. അതുപോലെ മട്ടന്നൂരിൽ KK ശൈലജ കടുത്ത മത്സരം നേരിടുന്നുവെന്നായിരുന്നു വാർത്ത. പക്ഷേ ഫലം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി KK ശൈലജ മാറിയെന്നായിരുന്നു. മനോരമയുടെ സ്നേഹം UDFിനോട് മാത്രമല്ല BJPയോടുമുണ്ട്. അതുകൊണ്ട് അവരുടെ അന്നത്തെ സർവേയിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായിരുന്നു പ്രവചനം. പക്ഷേ വിജയിച്ചത് LDF സ്ഥാനാർത്ഥിയാണ്. അതൊരു 10-15 വോട്ടിനല്ല, 23,497 വോട്ട്. അതുപോലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോകും എന്നായിരുന്നു മനോരമയുടെ പ്രവചനം. അവിടെ BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തെത്തുമെന്നും മനോരമ നിശ്ചയിച്ചു. പക്ഷേ LDF സ്ഥാനാർത്ഥിക്ക് ഇതിൻ്റെ കൂടെ തന്നെ മനോരമ LDF സ്ഥാനാർത്ഥിക്ക് 22.2% വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ച് നൽകിയത് ആ സർവേയിൽ. പക്ഷേ 22% വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 44.15% വോട്ടാണ്. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. അങ്ങനെ തിളക്കമാർന്ന വിജയം നേടിയാണ് അഹമ്മദ് ദേവർകോവിൽ വിജയം നേടിയത്. അപ്പോൾ നാട്ടിലാർക്കും മനസ്സിലാകുന്ന കാര്യം, ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ? അപ്പോൾ അത് ബോധപൂർവമാണ്. അപ്പോൾ സർവേകളെ ചവറ്റുകുട്ടയിൽ ഇട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനോടൊപ്പം നിന്ന ജനങ്ങൾ ഇക്കുറിയും അതേപോലെ തന്നെ LDFിനോടൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടിയ സർവേ റിപ്പോർട്ടുകൾ കണ്ട് വ്യാജ വാർത്തകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ശീലം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ കാര്യങ്ങളിലും അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് വരും. ഈ പ്രത്യേക കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് സാധാരണഗതിയിലുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും ഇന്നത്തെ ഘട്ടത്തിൽ നടത്തുന്നതിന് പ്രയാസമുണ്ട്.
അത് അങ്ങനെ വരുന്നെങ്കിലല്ലേ വരുമോ നോക്കാം. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ പരിഹാസ്യമായ അവസ്ഥയാണല്ലോ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമാണ്. ഏത് മണ്ഡലമാണ് ഉപേക്ഷിക്കുക? അങ്ങനെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു മണ്ഡലമാണോ എന്ന നിലക്കാണോ വയനാടിനെ കാണുന്നത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അത് പിന്നീട് കാണേണ്ട കാര്യമാണ്. എന്താണെന്ന് നോക്കാം. ഇപ്പോൾ അത് സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഓ അത് കോൺഗ്രസ്സിനെതിരെ ഒന്നും പറയരുത് എന്ന മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണത്. ഇവിടെ എന്താ പ്രശ്നം? ആ പ്രശ്നം ഒന്ന്, ഈ കോൺഗ്രസ്സിനെ വിമർശിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്നത് BJP സർക്കാരാണ്. അത് പ്രത്യേകമായി നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴം ആരംഭിച്ചതിന് ശേഷമാണ് RSSൻ്റെ അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത്. ഈ ഭാഗമാണ് എൻ്റെ പ്രസംഗം മുഴുവൻ ഞാനിപ്പോൾ ഇവിടെ പറയണ്ടല്ലോ, പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം, ഈ കാര്യത്തിൽ ആദ്യത്തെ ഇനം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച ആദ്യ നടപടി, അതായത് 2019 രണ്ടാം ഊഴം ആരംഭിക്കുന്നത്. 2019 തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ആ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വന്നു. ലോകത്താകെ അതിനെതിരെ പ്രതിഷേധം. എൻ്റെ പ്രസംഗത്തിൽ അമേരിക്കയെ പറ്റി ഞാൻ എല്ലാവരുടെയും പറയുന്നുണ്ട്. കാരണം അമേരിക്കയുടെ മുന്നിൽ രാജ്യത്തെ തന്ത്രപരമായ സത്യശക്തിയാക്കി മാറ്റിയതാണല്ലോ നരേന്ദ്രമോദി. അപ്പോൾ അമേരിക്കക്ക് വലിയ താല്പര്യമാണല്ലോ അത് ഇന്ത്യയെ ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത്. എന്നിട്ടും അവർക്ക് ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത ഈ കാര്യത്തെ വിമർശിക്കേണ്ടി വന്നു, തള്ളിപ്പറയേണ്ടി വന്നു. കാരണം ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം കാണുന്നില്ല. നമ്മൾ മതാടിസ്ഥാനത്തിൽ പൗരത്വമെന്ന് ഈ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ അപലപിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി. അത് ലോകത്തിൻ്റെ കാര്യം. രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. എവിടെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കണ്ടോ? എന്തേ ഇല്ലാത്തത്? അവിടെയാണ് ആ ചോദ്യം. രാജ്യത്ത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷ നേതാക്കൾ, പേരൊക്കെ ഞാൻ പറയുന്നുണ്ട്, പേര് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ, ആ ഇടതുപക്ഷ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. ആ കാര്യത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടോ? കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും ഉണ്ടായോ? ഇവിടെ നമ്മളെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 അംഗ സംഘമുണ്ടല്ലോ, UDFൻ്റെ കൂടെയുള്ള MP-മാർ, വലിയ നമ്പറാണല്ലോ. ആ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും ഇവിടെ ഏതെങ്കിലും പ്രക്ഷോഭ സ്ഥലത്ത് കണ്ടോ? എന്തേ അവരില്ലാതിരുന്നത്? അന്ന് ആ പ്രക്ഷോഭം നടക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയ നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളില്ലേ, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്ന ആ പ്രക്ഷോഭത്തിൻ്റെ സമയത്ത്. ഇതല്ലേ വസ്തുത. ഈ കാര്യം എല്ലാ യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല, ഈ വിരുന്നുണ്ണാൻ പോയ കാര്യം. ചില യോഗത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇതല്ലേ നടന്ന കാര്യങ്ങൾ, അതല്ലേ വിമർശിക്കുന്നത്. അവിടെ തീരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പറയുന്ന പ്രക്ഷോഭകരെ ജനുവരിയിൽ പ്രക്ഷോഭം കനക്കുകയാണ്. ആ ജനുവരിയിൽ പ്രക്ഷോഭം കനത്തപ്പോൾ അതിനെതിരെ സംഘപരിവാറിൻ്റെ ആക്രമണം നടന്നു ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെ. അവിടെ ഇടതുപക്ഷ MP-മാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി. നമ്മളെ 18 അംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ? ഈ കേരളത്തിൽ ജയിച്ചു പോയ 18 അംഗ സംഘത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ? ഇവിടുത്തെ MP-മാർ, UDF MP-മാർ എന്തേ അവരെ ആരെയും കാണാതിരുന്നത്? ആ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ പേര് കുറ്റപത്രത്തിൽ വന്നത്. ഏതെങ്കിലും കോൺഗ്രസ് MP-യുടെ പേരുണ്ടായോ? ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്, ഈ രാഹുൽ ഗാന്ധി ഇതിന് പരാമർശം നടത്തിയതിന് ശേഷമാണ് ആ ചോദ്യം. ഇവിടെ വന്ന് ചില പരാമർശം അദ്ദേഹം നടത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളതല്ല എന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറ,
ഇന്ന കോൺഗ്രസ്സുകാരൻ ഇന്ന സ്ഥലത്ത് പങ്കെടുത്തു എന്ന് പറ. അത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എന്തേ പറയാൻ പറ്റാത്ത? അങ്ങനെ ഒരു സംഭവമില്ല. പോട്ടെ, വേറൊരു കാര്യം ഞാൻ ചോദിച്ചത്, ഈ കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണല്ലോ ഇതിനെതിരെ അണിനിരന്നത്. ഇപ്പോൾ 2019 ഈ നിയമ ഭേദഗതി വന്ന ഉടനെ കേരളം ഒറ്റക്കെട്ടായാണ് അതിനെ പ്രതിഷേധിച്ചത്. അതിനകത്ത് ആദ്യത്തെ പ്രതിഷേധ സംഗമത്തിൽ UDF ഉണ്ട്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും ഉണ്ട്. പിന്നെ നിയമസഭ വിളിച്ചു ചേർത്തു, സർവകക്ഷി യോഗം, ഇതിലെല്ലാം അവരുണ്ട്. ഏകണ്ഠമായിട്ടാണ് നിയമസഭ ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം അംഗീകരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കോൺഗ്രസ് അധ്യക്ഷൻ, അന്നത്തെ KPCC പ്രസിഡന്റ്, പരസ്യമായിട്ട് പറയുകയാണ്, ഈ നിയമ ഭേദഗതി, കേന്ദ്രം പാസ്സാക്കിയൊരു നിയമ ഭേദഗതി ഇവിടെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് നടപ്പാകാതിരിക്കുകയോ? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എത്ര ചരിത്ര നിഷേധമുള്ള കാര്യമാണ്. മാത്രമല്ല, ഇനി അങ്ങോട്ട് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് ഇവിടുത്തെ കോൺഗ്രസ് എടുത്തത്? എൻ്റെ അനുമാനം ഞാൻ പറയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് അതിൽ പങ്കെടുത്തതാണ്, ഞങ്ങളോടൊപ്പം പങ്കെടുത്തതാണ്. അത് പങ്കെടുക്കണ്ട എന്ന നിലപാട് ഇവിടെ കോൺഗ്രസ് എടുക്കാൻ കാരണം കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറ, ഇവിടെ കേരളത്തിലുണ്ടല്ലോ, നിങ്ങൾ പറയൂ, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. അത് ഞങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമല്ലേ. പോട്ടെ, ഇതെല്ലാം 4 വർഷം മുമ്പുള്ള കാര്യം, വിട്ടുകളാം. ഇപ്പോൾ ചട്ടഭേദഗതി കൊണ്ടുവന്നല്ലോ. ആ ചട്ടഭേദഗതിയുടെ കാര്യത്തിൽ കൊണ്ടുവന്നോ? എന്തെങ്കിലും എതിർപ്പ് ഉണ്ടായോ? രാജ്യം മുഴുവൻ എതിർത്തില്ലേ? എല്ലാ പാർട്ടികളും എതിർത്തില്ലേ? കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് ഒരു സന്ധ്യാസമയം കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? രാത്രി ആലോചിച്ച് പറയാറ്. എത്ര പരിഹാസ്യമായ മറുപടിയാണത്! എന്താ നിലപാടില്ലാത്തത്? അവിടെയാണ് ഞാൻ തുടക്കം മുതൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞിരുന്നത്. അത് രാഹുൽ ഗാന്ധി ഈ പറയുന്ന യാത്ര നടത്തി. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് മാത്രം പ്രതികരിച്ചില്ല. ഏത് പ്രശ്നം? പൗരത്വ നിയമ ഭേദഗതി. അതൊരു പ്രശ്നമല്ലാത്തതുകൊണ്ടാണോ? കോടാനുകോടി ജനങ്ങളാണ് ഈ രാജ്യത്ത് ഇനി ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട് കഴിയുന്നത്. ആ പ്രശ്നത്തെക്കുറിച്ച് അഭിപ്രായം പറയണ്ടേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം. ഇരിക്കട്ടെ, അതും കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കി. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ചോദ്യം. ഇതൊരിനമല്ല. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളെടുത്താൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തത്, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാനമെന്ന പദവി ഇല്ലാതാക്കിയത്, ജമ്മു കാശ്മീരിനെ 3 കഷ്ണങ്ങളാക്കി വിഭജിച്ചത്, ഇതെല്ലാം ഒരു ദിവസം ആഭ്യന്തരമന്ത്രിയുടെ കടലാസെടുത്ത് വായിച്ച് പാസ്സാക്കുകയായിരുന്നില്ലേ? സാധാരണ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചോ? അതിനെതിരെ ഉയരേണ്ട തരത്തിലുള്ള ശബ്ദം കോൺഗ്രസിൽ നിന്ന് ഉയർന്നോ? അവിടെ കോൺഗ്രസിനെ വിമർശിക്കണ്ടേ? അതിനെതിരെ ശബ്ദം ഉയരാൻ അതിനകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാതിരുന്നത്? ഈ അജണ്ട ആരുടേതാ? ഈ 370 റദ്ദ് ചെയ്യണമെന്ന അജണ്ട ആരുടേതാ? ആദ്യം പറഞ്ഞതുപോലെ തന്നെ RSSൻ്റെ അജണ്ടയാണ്. പൗരത്വ നിയമ ഭേദഗതി RSSൻ്റെ അജണ്ടയാണ്. അതല്ലേ വസ്തുത. അതൊക്കെ ചാരി നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അവരൊന്നും പറയുന്നതിനെപ്പറ്റി അത്ര വിലക്കെടുക്കേണ്ട കാര്യമില്ല. കാരണം യഥാർത്ഥത്തിലുള്ള അഭിപ്രായങ്ങളാണോ എന്നുള്ളത് അവരോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം. ഈ നാട്ടിൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഉന്നയിക്കേണ്ടി വരാറുണ്ട്. അത് ഗതികേട് കൊണ്ടുവന്ന് മനസ്സിലാക്കിയാൽ മതി.
യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത്? നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ? ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത്? അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി? അതല്ലേ അവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്? എന്താ വെണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ക്രിമി ലെയറിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ, അതായിരിക്കും ഉദ്ദേശിച്ചത്. എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല. എൽ ഡി എഫിന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിൻ്റെ അവസരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെത്. എൽ ഡി എഫിന് സാധാരണ നിലക്കുള്ള നിയതമായ രീതികളുണ്ട്, ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്യും. ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ? അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അലയടിച്ച് വരികയല്ലേ? അപ്പോൾ പിന്നെ എന്താ പ്രതീക്ഷയ്ക്ക് കുറവ്? അടിയൊഴുക്കല്ല, മേലെയൊഴുക്ക് തന്നെ ഉണ്ടാവും. അതല്ലേ കോൺഗ്രസിനോട് നിങ്ങൾ ചോദിക്കേണ്ടത്? ആ ചോദ്യം എന്നോടൊന്നിന് ചോദിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ്സിന് നിലപാടില്ലായ്മ ഇതല്ലേ ഇത്തരമൊരു ഗതികേട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഗതികേടില്ല, ഒരു നിലപാടില്ലാതെ നിലനിൽക്കുന്നത്? നിങ്ങൾ ചോദിക്കുക അവരോട്. അവരല്ലേ അതിന് മറുപടി പറയേണ്ടത്. അതാണല്ലോ വസ്തുത. ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ വിഭാഗവുമായിട്ട് നല്ല ബന്ധത്തിലാണ്. എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. ആ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ടൊക്കെ നേരെ അവർക്ക് ബന്ധപ്പെടാം, നേരെ കാര്യങ്ങൾ സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊരു ബന്ധമാണ് എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഞങ്ങൾക്കുള്ളത്. അത് ഇ കെ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ്, മറ്റെല്ലാ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു മോശം ബന്ധമെന്ന് പറയാനില്ല. അതാണ് വസ്തുത. അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു സർക്കാരെന്ന് സർക്കാരെന്ന നിലക്ക് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുക, എല്ലാവരുമായിട്ടും ബന്ധപ്പെടണമെന്നല്ലേ? അത് ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങളാരും പറയില്ലല്ലോ. അതാണ് ചെയ്യുന്നത്. അത് മറ്റാരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചോളൂ നിങ്ങൾ. നമുക്കിന്നിവിടെ നിർത്താം, അത് മതി. ഇനി നമുക്ക് മതി, ഇന്ന് മതി, ഇത് ഇത്ര മതി.